ഒരു 2 സെക്കൻഡ്. മൗനം. രാത്രി ഇരുന്ന് ഉറക്കമുളച്ച് നാളെ വർക്കിംഗ് ഡേ ആയിട്ടും ഇരുന്ന് കണ്ട മാൻ യുണൈറ്റഡ് ഫാൻസ്, ഇന്ത്യയിലിരിക്കുന്ന മാൻ യുണൈറ്റഡ് ഫാൻസ്, അവർക്കാണ് ഞാൻ ഈ മൗനം സമർപ്പിച്ചത്. ഒന്നും പറയാനില്ല. അവർക്ക് പിന്നെ ഇതേപടി ഞാൻ എന്നെപ്പോലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് വന്നിരുന്നിട്ട് മെഴുകുന്നതും കാണേണ്ടി വരുമല്ലോ. ഇപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക, ഭയങ്കര, അതായത് ഈ വീഡിയോ എന്ന് പറയുന്നത് നീജർക്ക് റിയാക്ഷൻസ് ആണ്. ജസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സ് ഞാൻ പോയിന്റ് പോലും നോട്ട് ചെയ്ത് പോലും വെക്കാതെ അങ്ങ് എടുത്തിട്ട് ചാമ്പുകയാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എൻ്റെ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അമോറിം എന്ന് പറയുന്നത് മൂലംകുഴിയിൽ സഹദേവനാണ്. ആ വെടിവെക്കുന്ന സീൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് തന്നെയാണ്. ആ വെടിവെക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഹരിശ്രീ അശോകൻ പറയുന്ന പോലെയാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. ഈ വെടി കൊള്ളാനുള്ള ആൾ ഇത്രയും ഹൈറ്റിൽ അതേപടി തന്നെ അനങ്ങാതെ നിന്ന് തരുമോ? ആ രീതിയിലാണ് അമോറിമിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സിസ്റ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ, ആർക്കും വേണ്ടി മാറില്ല. വേണമെങ്കിൽ അവർ നമുക്ക് വേണ്ടി മാറട്ടെ, നമ്മുടെ സിസ്റ്റം അവർക്ക് അറിയാമല്ലോ, അവരെല്ലാം നമുക്ക് വേണ്ടി മാറട്ടെ. അതല്ല ഹീറോയിസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് അമോറിം. ഐ വോണ്ട് ടേൺ അഗെയിൻസ്റ്റ് പ്ലേയേഴ്സ്. ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആലോചിക്കുകയാണ്, യൂറോപ്പ് എങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഇനി ചാമ്പ്യൻസ് ലീഗ് പോയി എക്സ്ട്രാ ഫിക്ചേഴ്സിന്, ഇപ്പോൾ എക്സ്ട്രാ ഫിക്ചേഴ്സ് ഇല്ലാതെ തന്നെ, ഒന്നുമില്ലാതെ തന്നെ ഫറ്റീഗും പ്ലേയേഴ്സിനൊന്നും വയ്യ കളിക്കാനൊന്നും. ഇത്രയും 3-4 ദിവസത്തെ ഇടവേളയും ഒന്നും പോരാ. അപ്പോൾ മറ്റിടത്തൊക്കെ പോയിരുന്നെങ്കിൽ എന്തായാലും എനിക്കൊന്ന് റെലഗേഷൻ ബാറ്റിലിങ്ങിൽ പോയേനെ. ആ രീതിയിലായിരുന്നു നമ്മുടെ ഇന്നത്തെ കളി. മെയിൻലി അമോറിമിൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് വലിയ വിശ്വാസം സത്യം പറഞ്ഞില്ല. ഒന്നെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമോറിമിൻ്റെ സിസ്റ്റം കാരണം ഇമ്പ്രൂവ് ആയ ഒരു പ്ലെയറിൻ്റെ പേര് പറ. ആരും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമോറിമിൻ്റെ സിസ്റ്റം കാരണം ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പം കസമീറോ ഒരു റിഡംഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഹാരി മഗ്വയറിൻ്റെ റിഡംഷൻ എന്നൊക്കെ പറയുന്നത് സിസ്റ്റം ബേസ്ഡ് അല്ല, പുള്ളി കൊണ്ടുവന്ന പ്ലെയേഴ്സും. എംബോമനെ പറ്റിയൊക്കെ പറയാം. എംബോമൊക്കെ ആ ഒരു യൂഷ്വൽ പാറ്റേണിലോട്ട് അങ്ങ് പോവാണ്. എംബോമയ്ക്ക് വയ്യ. എംബോമയുടെ ഇന്ന് ടച്ചസൊക്കെ അതായത് എംബോമയുടെ ഫസ്റ്റ് റീലൊക്കെ ഓർമ്മയുണ്ടോ? ടച്ച് ഓഫ് എംബോമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ടച്ചും ശരിയല്ല. കഴിഞ്ഞ 2-3 കളിയായിട്ട് ഓഫ് ഗെയിമാണ് എംബോമയ്ക്ക്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, പുള്ളിയെ ആ വൈറസ് ക്യാച്ച് ചെയ്യുന്നുണ്ടോ ഡൗട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞയുടെ കാര്യം പറഞ്ഞാൽ, കുഞ്ഞയുടെ സ്ട്രെങ്തിനല്ല കളിക്കുന്നത്. പിന്നെ കുഞ്ഞയ്ക്ക് ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ ഒരു റസ്റ്റിനെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ബാക്ക് ലൈൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഗോൾസ് ഉണ്ട്, ഒരിക്കലും ഒരു ക്ലീൻ ഷീറ്റ് ഞാൻ ഈ കളി പ്രതീക്ഷിച്ചില്ല. ആ 80 മിനിറ്റ്സ് വരെ കൺസീഡ് ചെയ്യാത്തത് എന്തോ ഇതാണ്. പക്ഷേ ആദ്യത്തെ 20 മിനിറ്റ്സ് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഈശ്വരൻ ഇന്ന് കുറേ ഗോൾ വാങ്ങുമെന്ന് വിചാരിച്ചു. പിന്നീട് നമ്മൾ കളിയിൽ തിരിച്ചു വന്നെങ്കിൽ പോലും എന്താണ്, ഒരു രീതിയിൽ നേരെ കളിക്കുന്നില്ല, ഒരു രീതിയിലും. അതായത് പാറ്റേൺ ഓഫ് പ്ലേ എന്ന് പറയുന്നത് ഒരു വിങ് ബാക്കിൽ നിന്ന് മിഡ് വഴി അടുത്ത വിങ് ബാക്കിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു വിങ് ബാക്കിൽ നിന്ന് സെൻട്രൽ ബാക്കുകൾ വഴി അടുത്ത വിങ് ബാക്കിലോട്ട് പോകും. അല്ലാതെ ഇതിനകത്തൊന്നും നടക്കുന്നില്ല. പിന്നെ ഈ മിഡ്ഫീൽഡേഴ്സും ഈ നമ്പർ 10സും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് കളിയുടെ ഇടയിൽ എപ്പോൾ നോക്കിയാലും ഭയങ്കര വലിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനിടയിൽ അവരുടെ പ്ലേയേഴ്സ് കാരണം ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ലൈൻ ബ്രേക്കിംഗ് പാസസ് ഇല്ലെങ്കിൽ കുഞ്ഞിനൊന്നും കളിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബോമോയ്ക്ക് എങ്ങനെയെങ്കിലും ലോഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കും. പിന്നെ സിർക്സിക്ക് ഈ സെസ്കോ ഇഞ്ചോർഡ് ആയതിനു ശേഷം മൊത്തം ചറ എയർ ബോൾ ഇട്ടുകൊണ്ടിരിക്കും. സെസ്കോ ഉണ്ടായിരുന്ന സമയത്ത് ഇത്ര എയർ ബോൾ ഞാൻ കണ്ടിട്ടില്ല. ചറ എയർ ബോൾ. ഫസ്റ്റ് ഹാഫിലൊക്കെ എന്തുമാത്രമാണ് പോയത് എയർ ബോൾ, കണക്ട് ചെയ്യാൻ പറ്റാതെ. ഇന്ന് ഗോൾ വന്നത് ഞാൻ പറയാം, ഗോൾ വന്നതിലും എനിക്ക് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും തോന്നില്ല. ഇന്ന് കുറേ അറ്റാക്ക് ചെയ്തു, ഇന്ന് കുറേ ടച്ചസ് ഇൻ ഒപ്പോസിഷൻ ബോക്സ് ഉണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം കാരണം എനിക്ക് തോന്നുന്നില്ല. ഗോൾ വന്നത് ഷിക്കാരി ശംഭു പോലത്തെ ഒരു ഗോളാണ് ശരിക്കും പറഞ്ഞാൽ. കറക്റ്റ് കസമീറോ അടിച്ച് ഷൂട്ട് ചെയ്ത സാധനം ഡിഫ്ലക്റ്റ് ചെയ്ത് ഡലോയുടെ കാലിൽ കത്തി എത്തുന്നു. ഡലോയുടെ ഫസ്റ്റ് ടച്ചൊക്കെ അടിപൊളിയായി. അത് ഷിക്കാരി ശംഭു മോഡാണെങ്കിൽ പോലും അത് ഫിനിഷ് ചെയ്യേണ്ട ബോൾ ഫിനിഷ് ചെയ്ത്. അതിൽ എനിക്ക് പാറ്റേൺ ഓഫ് പ്ലേ കാരണമാണ് ഗോൾ കയറിയെന്നോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ കഴിഞ്ഞ കളിയിലെ കഥ എടുത്തു കഴിഞ്ഞാൽ തന്നെ 2 ഗോൾ സെറ്റ് പീസസിലാണ് കയറിയത്. അതും ഒന്ന് ഇമ്പോസിബിൾ, രണ്ടും ഏകദേശം ഒരു നല്ല ടൈറ്റ് ആംഗിൾ ഗോൾസാണ്. ഇൻഡിവിജ്വൽ ബ്രില്ലിങ്സ് കാരണം ഉണ്ടായ ഗോളുകളാണ്, അല്ലാതെ സിസ്റ്റം കാരണം ഉണ്ടായ ഗോളുകളൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതിനകത്ത് ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ കഴിഞ്ഞ കളിയിലെ കാര്യം അതേ രീതിയിൽ തന്നെ കഴിഞ്ഞ കളിയിൽ നടന്നു. കഴിഞ്ഞ കളിയിലെ കാര്യം പോലെ തന്നെ ഈ കളിയിലും നമ്മൾക്ക് ഇൻഡിവിജ്വൽ ബ്രില്യൻസോ അല്ലെങ്കിൽ തട്ടിയും മുട്ടിയൊക്കെ ഒരു ഗോൾ അടിച്ചു എന്നൊക്കെയുള്ള രീതിയിലേ പറയാൻ പറ്റൂ. കാര്യം എവിടെയാണ് ആകെപ്പാടെ പുള്ളി വന്നിട്ട് എനിക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെറ്റ് പീസ് ഗെയിം നല്ലതാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ആഴ്സണലിനെ എല്ലാവരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെറ്റ് പീസ് പാർട്ട് ഓഫ് ദ ഗെയിം അതാണ്. പക്ഷേ
നമ്മുടെ സെറ്റ് പീസ് ഗെയിം നല്ലതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമാണെന്ന് തോന്നുന്നു സെറ്റ് പീസിൽ. സെറ്റ് പീസ് നമ്മൾ നന്നായിട്ട് റുട്ടീനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ ഇപ്പം ബ്രൂണോടെ ആയിക്കോട്ടെ, ഞാൻ ബ്രൂണോനെ ഒരുപാട് സെറ്റ് പീസുകളിൽ തെറി വിളിക്കുന്ന ആളാണ്. പക്ഷെ ബ്രൂണോയുടെ കോർണർ ആയിക്കോട്ടെ, കോർണേഴ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഫ്രീക്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നല്ല ഡേഞ്ചർ ബോളാണ് ഉള്ളോട്ട് ഇടുന്നത്. പിന്നെ ട്രെയിനിങ് ഗ്രൗണ്ട് പ്രാക്ടീസ് കൊണ്ടുതന്നെ ഉണ്ടാകുന്നത്. ഇപ്പം മൗണ്ട് തന്നെ എന്ന് പറഞ്ഞു, നമ്മൾ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാകും മുന്നേ എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പം ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെയ്യുന്ന കുറേ സെറ്റ് പീസുകൾ കുറച്ചൊക്കെ യൂസ്ഫുൾ ആണ്. എക്സെപ്റ്റ് റോറി ഡെലാപ്പ് ത്രോ ഫ്രം ഡയലോ, അത് സഹിക്കാൻ പറ്റുന്നില്ലടേ. എത്രയെന്ന് പറഞ്ഞിട്ട് കാണണം, ഒരു ഗുണം ഉണ്ടാകുന്നില്ല. എവിടെ വന്നാലും പതുക്കെ ടൈമൊക്കെ എടുത്ത് അങ്ങ് മൂലയിലൊക്കെ പോവുകയാണെങ്കിലും എറിയും. പക്ഷേ ഒരു ഗുണമില്ലാത്തൊരു ഇതാണ് സംഭവമാണ് ഈ എയർ. ബാക്കിയെല്ലാം സെറ്റ് പീസുകളിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പാറ്റേൺ ഓഫ് പ്ലേ കാരണം കളി ജയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ആദ്യത്തെ ആ 5 കളി അൺബീറ്റൺ ആയതിന് ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, അൺബീറ്റൺ ആയതൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഫ്ലെക്സിബിൾ അല്ലാത്തൊരു മാനേജർ ഇവിടെ സർവൈവ് ചെയ്യില്ല. അതാണ് പ്രശ്നം. പ്ലെയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ ഇട്ട് കളിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഫാൻസുകാർക്ക് ഇനിയും ആരെങ്കിലുമൊക്കെ പേര് പറയണം. ലൂക്ക് ഷോൻ്റെ ഒക്കെ പേര് പറയും. ലൂക്ക് ഷോ ഒക്കെ കൺസിസ്റ്റൻ്റ്ലി കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നൊരു പ്ലെയറാണ്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ മെസ്റോയിനെയും പിന്നെ ഈഡൻ ഹെവനെയിട്ടാണ് കളിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു പുള്ളി ലൂക്ക് ഷോ സെൻട്രൽ ബാക്കായിട്ട് നിന്നൊക്കെ കളിച്ചു. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും എന്തായാലും ലൂക്ക് ഷോയ്ക്ക് 70 minutes ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു വയ്യാതാവും. അതങ്ങനെയാണ്. പക്ഷേ അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ ലൂക്ക് ഷോ നന്നായിട്ട് കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ഒരു സീരീസ് ഓഫ് ഗെയിംസിൽ എനിക്ക് ലൂക്ക് ഷോ കാരണമാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫാൻസ് ലൂക്ക് ഷോയുടെ പേര് പറയും. കാര്യം ലൂക്ക് ഷോനെ കണ്ട് മടുത്തു ഫാൻസ്. അതുകൊണ്ട് ലൂക്ക് ഷോ ഒരു പ്രശ്നമായിട്ട് വരും. ഇതെല്ലാം മറ്റേ ഞാൻ പറയല്ലോ, ഒന്ന് മണ്ണിട്ട് മൂടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിളുത്ത് വീണ്ടും വരും. കാര്യം റിസൾട്ട്സ് കിട്ടാത്തതുകൊണ്ട് അത് വീണ്ടും ഈ എൻവയോൺമെൻറ്റ് കൂടുതൽ ടോക്സിക് ആക്കും. ഇപ്പോൾ അടുത്ത ബ്രൂണോ ഫെർണാണ്ടസ്, കസമീറോ, ഈ മാർക്ക് ഗോൾബ്രിഡ്ജ് പോലത്തെ ഊളകൾ വന്നിട്ട് ദേ ആർ ചോക്കേഴ്സ്, അവരെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നമ്മളെപ്പോഴും ചോക്ക് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. കസമീറോ ഒരു ചോക്കറാണോ? കസമീറോ 4-5 UCL അടിച്ചൊരു പ്ലെയറാണ്. റയൽ മാഡ്രിഡിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ ഒരിക്കലും ചോക്കറല്ല. ചോക്കർ എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരെയും. ചോക്കർ എന്ന് പറഞ്ഞിട്ട് ഇവരെ ചോക്കേഴ്സ് ആക്കുന്നതാണ് ഈ എൻവയോൺമെൻറ്റ്. ബ്രൂണോയും കസമീറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ലാസ്റ്റ് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് ഇവിടെ യുണൈറ്റഡിൽ. ഇനി ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആരും വരത്തില്ല. ഇനി എല്ലാം ഈ സെസ്കോയെ പോലത്തെ നെക്സ്റ്റ് ബിഗ് തിങ്ങുകളൊക്കെ ഇനി വരത്തുള്ളൂ. കട്ടയ്ക്ക് പ്രൂവണായിട്ട് ആരും വരത്തില്ല ഈ കൾച്ചറിൽ. അതാദ്യം മനസ്സിലാക്കിയോ. ഉള്ള പ്ലെയേഴ്സ് എന്താ പറയുക, ഇപ്പോൾ ബ്രൂണോ ഒക്കെ എന്താ പറയുക, നോക്കോ ചെറിയൊരു എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് തിരിച്ച് ട്രെയിൻ ചെയ്ത് കളിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുന്നത് അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് എബിലിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഡെലോട്ടിനാരി പറഞ്ഞാലും അവൈലബിൾ ആണ് എപ്പോഴും. ഈ അവൈലബിൾ ആവുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അത് വലിയൊരു ആട്രിബ്യൂട്ടാണ് ഒരു പ്ലെയറിൻ്റെ. ഇപ്പോൾ മാത്യൂസ് ഡിലിറ്റ് ഇഞ്ചോർഡായി, അപ്പോൾ ബാക്ക് ലൈനിൽ കുറച്ച് ഒരു ഷെയ്ക്ക് ആയില്ലേ. മെയിനായിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇരിക്കുന്ന പ്ലെയേഴ്സ് എന്നും ടീമിനൊരു നല്ലതാണ്. അപ്പോൾ അവരെയൊക്കെ ഈ ഫോഴ്സ് ഔട്ട് ചെയ്യുക, അവർക്കൊക്കെ ഇത് ചെയ്യുക, ആരെ കൊണ്ടുവരാനാണ്? ഈ എൻവയോൺമെൻറ്റിൽ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയേഴ്സിനൊക്കെ ഔട്ട് ഓഫ് പൊസിഷൻ ഇട്ട് അവരെ നശിപ്പിക്കുകയാണ്. എനിക്കതുകൊണ്ട് തീരെ പറ്റുന്നില്ല. അതായത് ഫ്യൂച്ചറിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ നമ്മുടെ റെക്കോർഡ്സ് അമോറിം വന്നതിന് ശേഷം ഒരു മെച്ചം കാണുന്നില്ല. നമുക്ക് എപ്പോഴൊക്കെ ടോപ്പ് 6 ടോപ്പ് 5 കയറാൻ പറ്റുമോ അപ്പോഴൊക്കെ നമ്മൾ ബോട്ടിൽ ചെയ്യാണ്. വെസ്റ്റ് ഹാം എന്നൊക്കെ പറയുന്നത്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെസ്റ്റ് ഹാമും വോൾസും ഒക്കെ നമുക്ക് ബോൾ എന്ന് കളിക്കുന്ന ടീമിൻ്റെ കൂടെ നമുക്ക് കളിക്കാൻ അറിയില്ല. അത് ബ്രേക്ക് ചെയ്യാൻ അമോറിം പഠിച്ചിട്ടില്ല. ഇത്ര കാലമായിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് റിയലി കൺസേണിങ്. വെസ്റ്റ് ഹാമിൻ്റെ കാര്യം ഇന്നും പക്വേറ്റേ ഇല്ല. ക്രിസൻഷ്യോ സോമർവിൽ ഇല്ല. ഈ രണ്ടുപേരും അവരുടെ മെയിൻ പ്ലേയേഴ്സിൽ ആൾക്കാരാണ്. ആ ടൊഡിബോ ഒക്കെ വെറുതെ എംബോമോനെ എല്ലാവരെയും അടിച്ച് വെളി കളയുന്നുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ നമ്മുടെ ചിലന്തി വാൻ ബിസാക്കൊക്കെ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഒക്കെ എടുത്തിരുന്നുണ്ട്. പക്ഷേ വാൻ ബിസാക്കൊക്കെ റെഡ് കിട്ടേണ്ട കേസുണ്ട് കേട്ടോ. സെക്കൻഡ് ഇയറിലൊക്കെ 85th minute കിട്ടേണ്ട കേസാണ് അതൊക്കെ. അതൊന്നും കൊടുത്തിട്ട് പോലുമില്ല. പിന്നെ അത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നീ അതെന്തിനാ പറഞ്ഞത്, അത് കാരണം അല്ലല്ലോ നമ്മൾ ജയിക്കേണ്ടില്ല എന്നുള്ളതൊന്നും ഞാൻ പറയാത്തതാണ്. ഒന്നുമില്ല, കളി അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതേപടി മറ്റേ വിങ് ബാക്കിൽ നിന്ന് വിങ് ബാക്കിലേക്ക് തോണി തുഴഞ്ഞു പോയി, അതാണ് സംഭവം. അല്ലാതെ വേറെ ഒന്നും അതിനകത്ത്. കഴിഞ്ഞ 2 കളികളിലും എന്താ പറയുക, കഴിഞ്ഞ കളി അറ്റ്ലീസ്റ്റ് ഡിഫെൻസീവ്ലിയൊക്കെ നമ്മൾ കുറച്ച് പിടിച്ചിരിക്കേണ്ട അവസ്ഥ വന്നു. ഇത്തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കളി ഡ്രോ ആക്കാൻ പോലും ഫസ്റ്റ് 15 minute എഫേർട്സ് കഴിഞ്ഞിട്ട് പിന്നീടൊന്നും എനിക്ക് തോന്നി പോലുമില്ല. സെറ്റ് പീസിൽ പോയി അവസാനം കൺസീഡും ചെയ്തു. ഈവൻ
ഭയങ്കര ഹേർട്ടി തൊട്ട് ഞാൻ പറയാണ്. ഈവൻ ലാസ്റ്റ് 10 മിനിറ്റിലൊക്കെ ഗോൾ വേണം എന്ന് ഉള്ളപ്പം ഞാൻ പ്രതീക്ഷ അർപ്പിച്ചത് ബ്രൂണോയിൽ തന്നെയാണ്. ബിക്കോസ് എംബൂമ ഹാസ് ഫെയ്ഡഡ് അവേ. കുഞ്ഞെ അവരെയൊക്കെ സബ് ചെയ്തു. ഞാൻ വേറെ ആരിൽ നിന്നൊരു ഗോൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. ബ്രൂണോയ്ക്കായിരുന്നു സാധ്യതകൾ, ചാൻസൊക്കെ കിട്ടിയത്. കറക്റ്റ് പൊസിഷൻസിൽ ബ്രൂണോ ആണ് എത്തുന്നത്. എവിടുന്നോ എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ പ്രതീക്ഷ പോയി. കറൻ്റ്ലി എനിക്ക് ആ ലാസ്റ്റ് 10 മിനിറ്റ്സ് ബ്രൂണോ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ എന്നുള്ള രീതിയിലായി. കാര്യം ഹീസ് ബാക്ക് ടു ദ നമ്പർ 10 റോൾ. ഇപ്പോൾ ഉഗാർത്തയും കസമീറോ ആയിരുന്നു പിവട്ടി കളിച്ചത്. ബ്രൂണോയ്ക്ക് ഒരുപാട് ചാൻസ് കിട്ടി. ആൻഡ് അവനായിരുന്നു അടിക്കേണ്ടത്. അവൻ മാത്രം അവിടെ ത്രെട്ടായിട്ട് ആ ബോക്സിനകത്ത് ബിഹേവ് ചെയ്തുള്ളൂ. വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. എംബൂമോയ്ക്കൊക്കെ മറ്റേ ഒരു പെനാൽറ്റി ഷൗട്ടൊക്കെ എംബൂമോ കൊടുത്തായിരുന്നു. എന്ത് നല്ല ചാൻസൊക്കെ ആയിരുന്നു അത്. അതൊക്കെ വെറുതെ കൊണ്ട് കളഞ്ഞു. പിന്നെ വേറൊന്നും ലെനിയോറോ തന്നെ എംബൂമോയുടെ ഒരു ഷോട്ട് തടുത്തായിരുന്നു. അതൊക്കെ ഉള്ളിൽ പോകേണ്ട ഗോളായിരുന്നു. പിന്നെ ബ്രൂണോയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അക്രോബാറ്റിക്, അത് പോസ്റ്റ് തട്ടി പോകുന്നു. ഇവിടെയൊക്കെ മൊമെൻറ്റ്സ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഒന്നും പ്രത്യേകിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് കൺസേൺസ് ആണ്. മുമ്പിലോട്ട് ആലോചിക്കുമ്പോഴത്തേക്കുള്ള കൺസേൺസ് ആണ്. ഇനിയിപ്പം അമാദ് എംബൂമയും കൂടെ ഇതിൽ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആഫ്രിക്കൻ കപ്പിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. ആരെങ്കിലും ഇട്ട് ഓടിക്കണം. മസറായി എല്ലാവരും പോകും. എങ്ങനെ ഓടിക്കും? ഇന്ന് ഈഡൻ ഹെവനെ കറക്റ്റ് കൊണ്ട് അവിടെ അങ്ങ് എറിഞ്ഞിരിക്കുക. എത്ര കാലമായി ഒരു പ്രോപ്പർ മാച്ച് കളിച്ചിട്ട്? ആദ്യമേ വന്ന് എല്ലോ ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അവനോടൊക്കെ എനിക്ക് വിഷമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഒന്നെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ബാക്കി പ്ലേയേഴ്സിനൊക്കെ ടൈം കൊടുക്കുക. അല്ലാതെ അവരെ ഒരു മാച്ചിലോട്ട് അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. ഇതൊക്കെ അണ്ടർസ്റ്റുഡാണ്. എനിക്കറിയില്ല എന്തൊക്കെയാണ് പ്ലാൻസ് എന്നോ. മുമ്പോട്ട് പോകുമ്പോൾ അയാൾ എന്തായാലും സിസ്റ്റം ഒന്നും മാറ്റത്തൊന്നുമില്ല. അയാൾക്കിപ്പോഴും എല്ലാവരും ബ്രൂണോനെ പിവട്ട് ഇടുന്നതോ ഒരു പ്രശ്നമില്ല. പിന്നെ അടുത്ത ആൾ പാട്രിക് ഡോർഗു. ഡോണ്ട് കോൾ മീ നെഗറ്റീവ്. പാട്രിക് ഡോർഗു എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇന്നത്തെ പെർഫോമൻസും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ പ്രിഫർ ഡാലോ എന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കുന്നില്ല ചങ്ങായി. എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോമിസിങ് ടാലൻറ്റോ, ഇപ്പം ലെനിയോറോനെ പോലെയോ അങ്ങനെ ആരെങ്കിലും ഒരു പ്രോമിസിങ് ടാലൻ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് പ്രായവും കുറവാണ്, അവന് ഡെവലപ്പ് ചെയ്യാൻ ടൈം വേണമെന്ന് പറഞ്ഞാൽ ആരെ കണ്ട് ഡെവലപ്പ് ചെയ്യും? അവിടെ ഡെവലപ്പ് ചെയ്ത് ഇപ്പം ഡലോ ഒരു ലെഫ്റ്റ് ബാക്ക് അല്ലല്ലോ, ലെഫ്റ്റ് വിങ് ബാക്ക് അല്ലല്ലോ. ആരെ കണ്ട് ഡെവലപ്പ് ചെയ്യാൻ അവൻ? രണ്ടാമത്തെ കാര്യം, ഡെവലപ്പ് ചെയ്താലും അവൻ വലിയൊരു വേൾഡ് ക്ലാസ് ലെഫ്റ്റ് ബാക്ക് ഒന്നും ആകാൻ പോകുന്നില്ല. ഒരു തലയില്ലാത്ത കോഴിയെ കണക്ക് ഹെഡ്ലെസ് ചിക്കൻ എന്ന് പറയുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഒരു ഗുണമില്ല. അതായത് ഒരു യുണൈറ്റഡ് ക്വാളിറ്റി പ്ലെയർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് ആവുമെന്ന്. വിങ് ബാക്സ് ഈ സിസ്റ്റം ക്ലിക്ക് ചെയ്യണമെങ്കിൽ വിങ് ബാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്രിസ്റ്റൽ പാലസിനെ കണ്ടോ? ഡാനിയൽ മുനോസ് എന്ന് പറയുന്ന ആൾ ഇടുന്ന നമ്പേഴ്സ് നോക്കുക. ക്രിസ്റ്റൽ പാലസിൻ്റെ നമ്പേഴ്സ് നോക്കുക, ഡാനിയൽ മുനോസ് ഇടുന്ന നമ്പേഴ്സ് നോക്കുക. 3-4-3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ആ 4. ആ 4 എന്ന് പറയുന്നതിൽ എല്ലാം നമുക്ക് ഇടയ്ക്ക് പ്രശ്നമാണ്. ലെഫ്റ്റിൽ കൃത്യ ആളില്ല, പിവട്ടിൽ കൃത്യ ആൾക്കാരല്ല കളിക്കുന്നത്, പ്ലേയേഴ്സിനെ ഔട്ട് ഓഫ് പൊസിഷൻ ഇടുകയാണ്. സോ ലുക്കിംഗ് എൻ്റെ എന്താ പറയുക, ഒരു ഫാർദർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് സീ എനിത്തിങ്. നമുക്ക് പൊസഷൻ തന്ന് നമ്മുടെ അടുത്ത് കളിച്ചോന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ അറിയില്ല. വൂൾസിനോട്ടും ഇതാണ് നടക്കാൻ പോകുന്നത്. വൂൾസൊക്കെ ഇപ്പോഴും സിംഗിൾ ഡിജിറ്റിലാണ് പോയിൻറ്റ്സ്. 3-4 പോയിൻ്റ് എങ്ങാണ്ടേ ഉള്ളൂ. ഇനി വൂൾസിൻ്റെ അടുത്ത് ചെന്ന് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യാനാണെങ്കിൽ ഈ സീസൺ വൈഡ് ഓപ്പൺ ആണ്. വൈഡ് ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് 4 വേണമെങ്കിൽ കയറാം. ആ രീതിയിലുള്ള ഓപ്പൺനെസ് ഉണ്ട് ഈ സീസണിൽ. പക്ഷെ നമ്മളായിട്ട് നമുക്ക് എപ്പോഴും ചാൻസ് കിട്ടിയ കൊണ്ട് കളയാണ്. ഞാൻ പ്ലേയേഴ്സിൻ്റെ എതിരെ തിരിയില്ല. ഇപ്പോഴത്തേക്ക് ഞാൻ പ്ലേയേഴ്സിൻ്റെ എതിരെയല്ല. പ്ലേയേഴ്സ് ആർ ഗെറ്റിംഗ് പ്ലേഡ് ഇൻ ദ റോങ് പൊസിഷൻ. പിന്നെ പുള്ളി പറയുന്ന സിസ്റ്റം ട്വീക്ക് ചെയ്യാതെ രക്ഷയില്ല. ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോസ്ഡ് ആവും, ഉറപ്പാണ്. മുമ്പോട്ട് എപ്പോൾ പോയാലും എനിക്ക് നെഗറ്റിവിറ്റി പറയാനോ ഒന്നും താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ യൂഷ്വലി ഞാൻ ടൈം എടുത്ത് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആകുമ്പോഴത്തേക്കും ഈ ഇമോഷണൽ അല്ലാത്ത രീതിയിൽ ചിന്തിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത്തവണ എനിക്കത് പറ്റുന്നില്ല. ഞാൻ നീജർക്കായിട്ട് എനിക്ക് തോന്നുന്നത് വായി തോന്നൊക്കെ വിളിച്ച് പറയണം. അതുകൊണ്ട് ലെങ്ത് കൂടിയാലും സോറി. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ബാക്കി ഇനിയിപ്പം ബുൾസുമായിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സന്ധിക്കും, അങ്ങനെയാണല്ലോ. പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു ഓൾ യുണൈറ്റഡ് ഫാൻസ്. ഉറക്കുളച്ച് നിന്നിട്ട് ഈ വക കളിയൊക്കെ കണ്ടതിന് നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. ഇനി നിങ്ങളുടെ തോട്ട്സ് താഴെ എഴുതുമല്ലോ.